അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ? കിടന്നു കൊടുത്ത സ്റ്റാർ ആവോ എനിക്ക് മനസ്സിലായില്ല. മലയാള സിനിമയിൽ നിന്നല്ല, ഈ ഇന്ത്യൻ സിനിമയിൽ ലോകത്ത് കിടന്നു കൊടുത്ത സ്റ്റാറായി അല്ലെ പെൺകുട്ടികൾ കിടന്നു കൊടുത്തു, അങ്ങനെ സ്റ്റാർ ആയവർ ആരുണ്ട്? നിങ്ങൾ എല്ലാവരും ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രോഗ്രാം എടുക്കുന്നു, നിങ്ങൾ എഡിറ്റ് നിങ്ങൾ ഇതായിരിക്കുമല്ലേ മറ്റേ തമ്മേലിട്ട് ഇടാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്, അസ്കറിനോടല്ല. സപ്പോർട്ട് ഇതിനാണല്ലേ? ഞാൻ എന്തിനാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നിനക്ക് ആവറൊന്നും പറയാൻ പാടില്ലേ? ഞാൻ കിടന്നു കൊടുത്തിട്ടല്ലേ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കേട്ടത് DNA എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ നായകനായ മമ്മൂക്കാന്റെ മരുമകനാണ്, അതായത് പെങ്ങളെ മകൻ, അതുപോലെ ഹന എന്ന് പറയുന്നുള്ള ഒരു നടിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ അകത്തെ നായകന്മാർ. അപ്പോൾ ഈ TS സുരേഷ് ബാബു എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരു സംവിധായകനുണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമകൾ എടുത്ത TS സുരേഷ് ബാബു. അപ്പോൾ സുരേഷ് ബാബുവിൻ്റെ പുതിയൊരു സിനിമയാണ് ഇത്, നല്ല സിനിമയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ അകത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ ഇപ്പോഴും ചാൻസൊക്കെ വാങ്ങിക്കുന്നത്, അങ്ങനെയാണല്ലോ കേൾക്കുന്നത് എന്ന്. അപ്പോൾ അസ്കർ ഇങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹന്ന എന്ന് പറയുന്ന നടിയും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം എന്താ അറിയാം, മലയാള സിനിമയുടെ ആടോടി നിൻ്റെ ചോദ്യം ഇങ്ങനെ, മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധരാണ്, പരിശുദ്ധര്, നല്ല പരിശുദ്ധരായ ആൾക്കാരാണ് മലയാള സിനിമയിൽ. അവിടെ കള്ളില്ല, കഞ്ചാവില്ല, പെണ്ണുപിടിയില്ല, ഒന്നുമില്ല. അവിടെ വളരെ നല്ല മനുഷ്യരാണ് എന്നുള്ള തരത്തിലാണ് ഈ ഹന്ന എന്ന് പറയുന്ന നടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. എൻ്റെ കുഞ്ഞുമോളെ, നീ ആരോടാ പറയുന്നത്? അതായത് ഒരു 2 ദിവസം മുന്നേ വരെ ഇവൻ്റെ അമ്മാവനായ മമ്മൂക്കാൻ്റെ സിനിമയിൽ അഭിനയിച്ച ഒരു പഴയകാല നടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നടി പച്ചക്ക് വന്നിവിടെ പറയുന്നുണ്ട്, എന്നോട് കിടന്നു കൊടുക്കാൻ ചോദിച്ചു, ഞാൻ അതിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് എന്നാണ് ആ നടി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരെത്ര സിനിമയിൽ അഭിനയിച്ചതാണ്. അവരഭിനയിച്ച സിനിമയൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. എന്നിട്ടും അവരോട് യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്ക് ചോദിച്ചു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവരിന്ന് തിരുവല്ലയിൽ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തിയിട്ട് അന്തസ്സായിട്ട് കഞ്ഞിവെള്ളവും കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് സിനിമ എന്ന് പറയുന്ന മായിക ലോകത്തെ വലിച്ചെറിഞ്ഞ ഒരു സ്ത്രീയാണ് അവർ. ആലോചിക്കണം, അവിടെ എന്നിട്ടിങ്ങനെ ചോദിച്ചപ്പോഴത് പ്രശ്നമായി എന്ന്. അവൻ്റെ ആ ഒരു ഭാവം കണ്ടില്ലേ? ഓ, അവൻ മമ്മൂട്ടീൻ്റെ മരുവനാന്ന് പറയുന്നത്, പെങ്ങട മോനാന്ന് പറയുന്നത്. എന്താ അവൻ്റെ ഒരു ഭാവം! അവനങ്ങ് തെറികൊണ്ട് അഭിഷേകം നടത്തുമല്ലേ. ഇതിലും വലിയ ആൾക്കാർ മമ്മൂട്ടീൻ്റെ കുടുംബത്തിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുണ്ട്, അവരൊന്നും ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിന് ഈ മമ്മൂക്ക അല്ലാതെ വേറൊരു മനുഷ്യനും ക്ലച്ച് പിടിക്കൂല. മമ്മൂക്കയും ദുൽഖറും അല്ലാതെ വേറെ ആരും ആ കുടുംബത്തിൽ നിന്ന് ക്ലച്ച് പിടിക്കൂല. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം, അത് വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ ചെങ്ങായി ഇങ്ങനെ വന്നിട്ട് അങ്ങ് മെഴുകുകയാണ്. അതായത് നിങ്ങൾ എങ്ങനെ ചോദിച്ചു, അങ്ങനെ അപ്പോഴേക്കും മറ്റേ പെണ്ണിൻ്റെ മറ്റേ നടിയുണ്ടല്ലോ, നടീൻ്റെ ഇതങ്ങ് ഉണർന്നു. നടി പറഞ്ഞു, ഇതൊക്കെയല്ലേ നിങ്ങൾ തമ്മിലീനാക്കുക, അങ്ങനെയാക്കുക ഇങ്ങനെയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം നടക്കുന്നുണ്ട്, അവിടെ നടക്കാത്തതുമായിട്ടൊന്നുമില്ല. ഇവരിങ്ങനെ ഇവിടുന്ന് പറയുന്ന പോലെയൊന്നല്ല ഈ ലിവിങ് ടുഗദർ, അതുപോലെ തന്നെ കള്ളഗർഭങ്ങൾ, ഇതൊക്കെ നടക്കുന്നത് എവിടെയാ? നമ്മുടെ കൊച്ചി തന്നെയാണ്, വേറെ എവിടെയല്ല. ഇമാതിരി നാറിയ പരിപാടി മുഴുവൻ നടക്കുന്നുണ്ട് നമ്മളെ കൊച്ചിയിൽ. എന്തിനധികം പറയുന്നത്, ഈ പരിപാടിക്ക് വേണ്ടി മാത്രം സിനിമ ഓടിക്കാൻ വരുന്ന ടീമുണ്ട്. അതായത് ലക്ഷങ്ങൾ കോടികൾ എടുത്തിട്ട് വരും. എന്തിനാന്നല്ലേ, ഏതെങ്കിലും ഒരു സിനിമാ നടീനോന് കിട്ടിയാൽ മതി അടുത്ത്, അത്രയേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെയുള്ള ഞരമ്പുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ മാത്രമുണ്ട് ഡീസൻറ്റ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കുന്നൊരു പരിപാടി ഇതാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമോ? പലരോടും ചോദിച്ചിട്ടുണ്ട്, പലരും ഇത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത്? ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്, പക്ഷേ എനിക്ക് ഇതില്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ. അതായത് ഉണ്ടാവാം ഇങ്ങനെ. പിന്നെ പലതരത്തിലും നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്തിനാന്ന് പിന്നെ ഇല്ല എന്ന് പറയുന്നത്? പല മീട്ടും ആരോപണങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടതാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ രോഷാകുലരായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴുള്ളൊരു ട്രെൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്ന് പറയും. ഈ സംഭവം വന്ന് പറഞ്ഞതിന് ശേഷം അത് വന്ന് കയറി പിടിക്കൽ. അതായത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാകും, വഴക്കുണ്ടാകും, ചിലപ്പോൾ അടിവരി ഉണ്ടാകും.
അതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയുക, ഇതെന്തോ ഭയങ്കരമാണെന്ന്. അതായത് ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണാനിരിക്കുള്ളൂ. ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നവനെ ഇത് കൊണ്ടുവന്നത്, അതായത് മൊബൈൽ വലിച്ചെറിയൽ, അതുപോലെ തന്നെ ഈ ആങ്കറിനെ തെറി പറയൽ, പിന്നെ എന്ന് പറഞ്ഞാൽ കസേര വലിച്ചെറിയൽ, അതുപോലെ ലൈറ്റ് പിടിച്ചെറിയൽ, എറിയൊന്നും ചെയ്യില്ല. അതായത് ഇവരിങ്ങനെ പിടിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഇവർ ഇതെന്തോ ഒരു ഭയങ്കര സംഭവമില്ല ഇൻ്റർവ്യൂ ആണെന്ന്. നമ്മൾ നേരെ പോയി കയറി കാണുകയും ചെയ്യും. കണ്ടു കഴിയുമ്പോഴേക്കും പറഞ്ഞാൽ 5 പൈസക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ചൂടാകുന്നതായിട്ട് അഭിനയിച്ച മക്കളെ എന്ന് പറയും. അല്ലാതെ ഇവർ പിന്നെ എങ്ങനെ ചാൻസ് മേടിച്ചാലും ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ്, ഇവരെ എങ്ങനെ ചാൻസ് മേടിച്ചാലും മീഡിയ ഒരാൾക്കും കുഴപ്പമില്ല. പിന്നെ എന്തിനാ ഇത്രമാത്രമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കണം, അതുപോലെ തന്നെ ഇതെങ്ങനെയും ഒന്ന് ശ്രദ്ധിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു നടി ഇരുന്നതെന്ന് പറഞ്ഞാൽ അടിവസ്ത്രം വരെ കാണുന്നതാണ്. അതായത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊത്തി പിടിക്കുക ഇന്ന്. എന്നാൽ പിന്നെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടൂടെ, ഇല്ലെങ്കിൽ ഒരു തോർത്തമുണ്ടെങ്കിൽ മേടിച്ചിട്ട് മുകളിലോട്ട് ഇട്ടൂടെ. എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവരൊക്കെ എന്നാൽ ഈ തുണിയെന്ന ഇത്രമാത്രം അലർജിയാണോ? മനുഷ്യന്മാർക്ക് നാണം മറക്കാനല്ലേ തുണി? ഇത്ര പോരെ കാല് ഇങ്ങനെ കാണിച്ചിരുന്നുകൊണ്ട് എന്നാ ഇതിനകത്ത് നേട്ടോ? അതാണ് കുറച്ച് ഞരമ്പന്മാർക്ക് കണ്ട് ആസ്വദിക്കാം, അത്രയല്ലാതെ ഇതിലെന്താന്ന് വേറെ നേട്ടം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറേ എണ്ണമുണ്ട് ഇപ്പം ഇറങ്ങിയിട്ട്. ഇതെല്ലാം ചെറുത്, വേറെ എത്ര ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ പിന്നെ മരുമകൻ്റെ ബായിന്ന് വന്ന ഭാഷയുണ്ടല്ലോ, കൊള്ളാമട മോനെ, നിനക്ക് ഭാവിയുണ്ട്. ഈ അസ്കറി എന്ന് പറയുന്നവൻ്റെ കാര്യം പറയാം. അതായത് മമ്മൂക്കാൻ്റെ കുടുംബത്തിൽ നിന്ന് ഇതിനു മുന്നേ വന്ന ഒരാൾ പോലും ഇന്ന് സിനിമയിലില്ല. അതായത് മമ്മൂക്കാൻ്റെ 2 അനിയന്മാർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാൻ്റെ അനിയൻ്റെ മകൻ വന്നിട്ടുണ്ട്. ഇവരെല്ലാം എവിടെ? ഇവരൊക്കെ സിനിമ എവിടെ? ആകെ അവിടെ നിന്ന് വിജയിക്കുന്നത് ആരാ? മമ്മൂക്കാൻ്റെ മോനും മമ്മൂക്കയും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും ആ കുടുംബത്തിൽ നിന്ന് വിജയിക്കൂല. എനിക്ക് തോന്നുന്നത് ഇനി മമ്മൂക്ക വല്ല ഭാര്യങ്ങാറ്റം വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം വേറെയൊന്നുമല്ല, അനിയന്മാരെ മക്കളോ അനിയനൊക്കെ അങ്ങനെ നന്നാവണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആൾ നല്ല നടനാണ്, അതുപോലെ തന്നെ അയാളെ മകനും നല്ല നടനാണ്. പക്ഷേ അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല, മര്യാദയ്ക്കുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഇബ്രാഹിം കുട്ടീൻ്റെ മകൻ പിന്നെ നമ്മുടെ എന്താ പറയുക മെഹബൂബ് സൽമാൻ, അയാൾക്ക് ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഷോ അല്ല, മറ്റേ മാറ്റ്നി എന്ന് പറയുന്ന ഒരു സിനിമയിൽ. ആ മാറ്റ്നി എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ചാൻസും കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് അയാളെ ആരോ ഒതുക്കുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതായത് ദുൽഖർ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷെ അതേ ഇതിലുള്ള പിന്നെ അനിയൻ്റെ മകനാണെങ്കിൽ തീരെ ഓടുന്നില്ല ഒരു പടവും. ഇപ്പോഴും പടവും ഇല്ല. ഇപ്പോഴും എവിടെയാണ് കുത്തിയിരിക്കുന്നതെന്ന് ആർക്കറിയാം അവിടുന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും വേറെ ജോലിക്കും പോകാൻ കഴിയില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമാക്കാരല്ലേ, ഇനിയിപ്പം മമ്മൂക്കാൻ്റെ അനിയൻ്റെ മോനാന്ന്, എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുമോ? ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചോദിക്കൂലേ? നാണക്കേട്. അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നാ പറയേണ്ടത്, ഭയങ്കര വിഷമത്തിൽ. അപ്പോൾ ഈ അസ്കർ എന്ന് പറയുന്നവൻ ഇപ്പോൾ ആ സിനിമ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും മമ്മൂക്കാൻ്റെ സൗണ്ടും രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവനെയും പിന്നെ ഒതുക്കുമെന്നൊന്നും പറയാൻ പറ്റൂല, അല്ലെ ഇനി സ്വയം ഒതുങ്ങിപ്പോകുന്നതാണെന്നൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.